തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 4 അംഗ കുടുംബത്തിലെ എല്ലാവരുടെയും മൃതദേഹം കണ്ടെത്തി. ഷാഹിന, ഭർത്താവ് കബീർ, മകൾ സറ, ഷാഹിനയുടെ അനുജത്തിയുടെ മകൻ ഫുവാത്ത് എന്നിവരാണ് മരിച്ചത്. ഇപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് അവർ കുളിക്കാൻ വന്നിരുന്നു എന്നാണ് പക്ഷേ അതിലെ പുരുഷനായിട്ടുള്ള ആൾ അങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതായിട്ട് കാണുന്നില്ല. അദ്ദേഹം ഫുൾ ഡ്രസ്സാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ കുഞ്ഞുങ്ങളെല്ലാം കുളിക്കാതെ തന്നെയായിരുന്നു. ഇപ്പോൾ ബാക്കി 3 പേരെ റിക്കവർ ചെയ്തിട്ടുണ്ട്. റിക്കവർ ചെയ്തൂടെ ചേലക്കര ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഭാഗം അധികം ഒഴുക്കായി കാണുന്നില്ല എങ്കിലും നല്ല അത്യാവശ്യം കുറച്ച് ആഴമുണ്ട്. അടിഭാഗത്ത് നല്ല ചെയറും നെറ്റും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. അങ്ങനെ നമ്മളെ പ്രവർത്തനത്തിന് റിസ്കി ആയിരുന്നു. 2-2.5 ആൾക്കോളം ആഴമുണ്ടായിരുന്നു അല്ലേ? ഇവർക്കൊക്കെ നീന്തൽ അറിയില്ലാത്ത ആൾക്കാരാണ്. അതാണ് ഈ അപകടത്തിൽ പെടാനുള്ള പ്രധാന കാരണം. സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ കൂടി ആരംഭിച്ചല്ലോ അല്ലേ? തീർച്ചയായും ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്ന ചേലക്കരയിലെ ആശുപത്രിയിലാണ്, സ്വകാര്യ ആശുപത്രിയിലാണ്. നിലവിൽ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഈ 4 അംഗ കുടുംബം ഈ ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നതും അതിൽ 2 കുട്ടികൾ ഈ വെള്ളത്തിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അമ്മയും ഈ പിതാവും അടക്കം വെള്ളത്തിൽ വീഴുന്നതും. അങ്ങനെ 4 പേർ ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതും. 3.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് നിലവിൽ ഇവരുടെ മൃതദേഹം ഉൾപ്പെടെ വീണ്ടെടുത്തത്. ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി ഈ ആശുപത്രിയിൽ മാറ്റിയിരിക്കുകയാണ്. ജീവോദയ ആശുപത്രിയിലാണ് നിലവിൽ ഈ മൃതദേഹമുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം മൃതദേഹം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് ഇത് വിട്ടു നൽകുന്നതിനുള്ള നടപടിയാണ് നിലവിൽ MLA യും ജില്ലാ ഭരണകൂടവും എല്ലാം ഇടപെട്ടുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഉന്മേഷ്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.